ഹലോ നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഇന്ത്യയിലെ ഹിമാലയൻ നദികളെ കുറിച്ചിട്ടാണ്. അതിലെ ഹിമാലയം, ഗ്രേറ്റർ ഹിമാലയൻ പോർഷനിൽ നിന്നുള്ള ഗംഗ, യമുന, അതിൻ്റെ പോഷക നദികൾ, അവയുടെ രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട പോഷക നദികളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്ന ട്രാൻസ് ഹിമാലയൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായ സിന്ധു നദിയെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ. സിന്ധു, അതിൻ്റെ പോഷക നദികൾ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻ പഠിച്ചപ്പോൾ ഗ്രേറ്റർ ഹിമാലയത്തിൻ്റെ ഹിമാലയം എന്ന് പറയുന്ന ഹിമാദ്രി, ഹിമാചൽ ഭാഗത്ത് നിന്നും രണ്ട് പ്രധാന നദികൾ പഠിച്ചു, ഝലം, ബിയാസ് എന്നിങ്ങനെയുള്ള നദികൾ. അപ്പോൾ ആ ഝലം, ബിയാസ് എന്നിവയൊക്കെ എന്തായിരുന്നു? ഈ പറയും പോലെ സിന്ധു നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ ഇതിനെല്ലാം ചേർത്ത് കൊണ്ടുള്ള ഒരു ഭാഗമാണിത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും എന്ന് പറയുന്നത്. അതിലെ സിന്ധു നദിയെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ സിന്ധു നദി ട്രാൻസ് ഹിമാലയൻ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണിത്, ആ സിന്ധു നദി എന്ന് പറഞ്ഞത്. അതായത് മാത്രവുമല്ല, നമ്മൾ ഹിമാലയൻ നദികൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര ആയിക്കോട്ടെ, നോക്കിക്കേ ഇവിടെ നമ്മൾ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമ്മളുടെ ബ്രഹ്മപുത്ര നദി ഉണ്ടല്ലേ, ദാ ഇവിടെയായിട്ട് നമ്മുടെ പൂർവാചൽ മേഖലയിലേക്ക് എത്തുന്ന നമ്മുടെ ബ്രഹ്മപുത്ര നദി ദാ ഇവിടെ ഉണ്ട്. ഗംഗാ നദി ദാ ഇവിടെയായിട്ട് ദാ ഇങ്ങനെ ഒഴുകി വരുന്ന നമ്മുടെ ഗംഗാ നദി ഉണ്ട് അല്ലേ. ഇവയെല്ലാം ഒഴുകുന്ന ഡയറക്ഷൻ നിങ്ങൾ നോക്കിക്കേ, എല്ലാം കിഴക്കോട്ടാണ് ഒഴുകുന്നത് അല്ലേ. ഈസ്റ്റ് ഫ്ലോയിങ് ആണ്, എല്ലാം കിഴക്കോട്ടാണ്. എന്നാൽ നമ്മുടെ സിന്ധു നദി ഉണ്ടല്ലോ, നമ്മുടെ ടിബറ്റിലെ മാനസരോവർ തടാകമുണ്ട്. ടിബറ്റിൽ മാനസരോവർ തടാകമുണ്ട്. ഇത് മാനസരോവർ തടാകമാണ്. ഈ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിച്ച് നേരെ എങ്ങോട്ടേക്കാണ് ഒഴുകി പോകുന്നത്? അങ്ങോട്ടേക്കാണ് ഒഴുകി പോകുന്നത്. അതായത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അങ്ങനെ പടിഞ്ഞാറോട്ട് ഒഴുകി നേരെ എവിടേക്ക് പോകുന്നു? ഇവിടെ നോക്കിക്കേ, ഗുജറാത്തിന്റെ ഈ ഭാഗം അറബിക്കടലാണല്ലേ. അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ പറയാം? സിന്ധു നദിയെ പറയാം. അപ്പോൾ ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. 2880 കിലോമീറ്ററുകളാണ് എന്ത് സിന്ധു നദിയുടെ നീളം എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും പാകിസ്ഥാന്റെ ദേശീയ നദി എന്ന് പറയുന്നത്. നോക്കിക്കേ, പാകിസ്ഥാനിലല്ലേ പൂർണ്ണമായും അത് നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ വളരെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം അത് പാകിസ്ഥാനിലാണ്. ഇൻഡസ് എന്നതാണ് സിന്ധു നദി കേട്ടോ. അപ്പോൾ ഇതാണ് പാകിസ്ഥാന്റെ ദേശീയ നദി എന്ന് വിളിക്കുന്ന നദിയാണിത് സിന്ധു നദി എന്ന് പറയുന്നത്. ഇനി 709 കിലോമീറ്റർ ആണിത് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഏതാണ്ട് ഇത്രയും മേഖലയിലൂടെ അത് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഈ മേഖല എത്രയാണ്? 709 കിലോമീറ്ററുകളാണിത് ഇന്ത്യയിലൂടെ. എന്നാൽ കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൻ്റെ 2019 റിപ്പോർട്ട് പ്രകാരം 1114 കിലോമീറ്റർ ആണ് എന്നാണ് പറയുന്നത്. 1114 കിലോമീറ്റർ ആണ് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലൂടെ സിന്ധു ഒഴുകുന്നത്. എന്നാൽ 709 കിലോമീറ്റർ എന്നാണ് ഈ പറയപ്പെടുന്നത്. പക്ഷേ PSCയുടെ ഉത്തരത്തിൽ നിങ്ങൾക്ക് 1114 എന്ന് കണ്ടാൽ നിങ്ങൾ ധൈര്യമായിട്ട് വേണമെങ്കിൽ 1114 എഴുതിക്കോ. കാരണം കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ ജെനുവിൻ റിപ്പോർട്ട് പ്രകാരം സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 1114 കിലോമീറ്റർ തന്നെയാണ്. ഓക്കെ, അങ്ങനെ പാകിസ്ഥാന്റെ ദേശീയ നദി എന്നും പാകിസ്ഥാന്റെ ജീവരേഖ എന്നുമാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യ എന്ന പേര് ലഭിച്ചത്, ഇൻഡസ് എന്നാണല്ലോ സിന്ധു നദി. അതിന് കാരണമായ ഒരു നദി കൂടിയാണ് ഈ നദി. അപ്പോൾ പാകിസ്ഥാന്റെ ആണെങ്കിലും ഇന്ത്യ എന്ന പേര് ഇതിന് ലഭിക്കാൻ കാരണം ഈ ഇൻഡസ് എന്ന സിന്ധു നദിയുടെ പേരാണ്. അങ്ങനെയാണ് ഇന്ത്യക്ക് ആ പേര് ലഭിച്ചത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി എന്ന് പറഞ്ഞാൽ അത് സിന്ധു നദിയാണ്. ഓക്കെ, ഇന്ത്യൻ എന്ന ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും ഏറ്റവും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയും എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ഈ സിന്ധു നദിയാണ് എന്നൊഴുകുക. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാ? സിന്ധു നദിയാ. നോക്കിക്കേ, ചിത്രത്തിലേക്ക് നോക്കി, ഈ ചിത്രം നോക്കി പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ വായിച്ചു പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പടം കണ്ട് പഠിച്ചാൽ മതി. അപ്പോൾ സിന്ധു നദി എന്താണ്? നേരെ അറബിക്കടലിലേക്ക് പോകുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തുള്ള കടലാണ് ഇത് അറബിക്കടൽ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് ഇൻഡസ് എന്ന് പറയുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി എന്ന് പറഞ്ഞാലും അതേതാണ്? നമ്മുടെ സിന്ധു നദിയാണ്. അതുപോലെ ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി കൂടി. ലഡാക്കിലെ ലേ പട്ടണത്തിന് കണ്ടോ, ലഡാക്ക് എവിടെയാണ്? നമ്മൾ ഇന്ത്യയുടെ ഡിവിഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ലഡാക്ക്. അപ്പോൾ ഈ ലഡാക്കിലെ ലേ പട്ടണത്തിനെ ചുറ്റി ഒഴുകുന്ന നദിയാണേത്? നമ്മളുടെ
ആ സിന്ധു നദി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ലഡാക്ക് സസ്കർ പർവ്വതനിരകൾക്കിടയിലൂടെ, ലഡാക്ക് സസ്കർ, നോക്കിക്കേ ഇതാ ഇവിടെ സസ്കർ ഉണ്ട്, അതുപോലെ ഇവിടെ ലഡാക്ക് ഉണ്ട്, ഇതിന് രണ്ടിനും ഇടയിലൂടെ ഒഴുകുന്ന സിന്ധു നദി ഒഴുകുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കിടയിലൂടെയാണ് ഇത് ഒഴുകുന്നത് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതിൽ പടത്തിലുണ്ട് നിങ്ങൾക്ക് സിന്ധു, അതുപോലെ ഝലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്, അതുപോലെ കാണാത്ത നദിയായ സരസ്വതി നദി എന്നിവയാണെന്ത് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദി. ഇൻഡസ്, ഝലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്, അതുപോലെ സരസ്വതി നദികൾ ചേരുന്നതാണ് എന്ത് ഈ പറയും പോലെ സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ. ദാ ഇവിടെ നോക്കിക്കേ, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടേ ഇത്രയും നദികൾ അല്ലേ, ഇത്രയും നദികൾ ചേരുന്നതാണ് എന്ത് ആ സപ്ത സിന്ധു എന്ന് പറയുന്ന നദികൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ജമ്മു കാശ്മീരിൽ നിന്ന് സിന്ധു നേരെ തെക്കോട്ടൊഴുകി അല്ലേ പാകിസ്ഥാനിലേക്ക് കടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ദാ ഈ സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നേരെ ഇതിലെ ഒഴുകി വരുന്ന നദി പിന്നെ താഴോട്ട് ഒഴുകുന്നുണ്ട്. ഈ താഴോട്ട് എന്ന് പറയുമ്പോൾ തെക്കോട്ട് ഒഴുകുന്നുണ്ട്. തെക്കോട്ടൊഴുകി എവിടെ ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്, എവിടാണ് ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്, ദാ ഈ സ്ഥലം ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? പാകിസ്ഥാനിലേക്ക് കയറുന്നു. ശേഷം സിന്ധു എന്താണ് പാകിസ്ഥാനിലെ അറ്റോക് എന്ന സ്ഥലത്ത് വെച്ച് സമതലത്തിലേക്ക് പ്രവേശിക്കും. അറ്റോക് എന്ന സ്ഥലത്ത് വെച്ച് നേരെ സമതലത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത് ഇതിനകത്ത്? ചിനാബ്. ചിനാബാണ് ഏറ്റവും വലിയ പോഷക നദി, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ഏറ്റവും കൂടുതൽ വെള്ളം കൊണ്ട് സിന്ധുവിലേക്ക് എത്തിക്കുന്ന ആളാണ് ആര്? ചിനാബ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദി എന്ന് പറഞ്ഞാൽ നോക്കിക്കേ സത്ലജ്, കണ്ടോ ഏറ്റവും വലുത് ഇതാണ് സത്ലജ്, കണ്ടോ ഇത്രയും ദൂരം വരുന്നുണ്ട്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി എന്ന് പറഞ്ഞാൽ ഏതാണ്? നോക്കിക്കേ കുഞ്ഞൊരാൾ ഇതാ ഇവിടെ കിടക്കുന്നു, ബിയാസ് അല്ലെ. ബിയാസ് ആണെന്ത് ഏറ്റവും ചെറിയ പോഷക നദി എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന, ബാക്കിയൊന്നും പൂർണ്ണമായും ഇന്ത്യയിലൂടെയല്ല, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലോ അല്ലെങ്കിൽ ടിബറ്റിനും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലോ ഒക്കെ ആയിട്ടാണ് ഒഴുകുന്നത്. പക്ഷേ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഒറ്റൊരാളെ ഉള്ളതാരാണ്? ബിയാസ് ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ ഈ സത്ലജ്, രവി, ചിനാബ്, ബിയാസ് എന്നിവയെല്ലാം കൂടി ചേർന്നതാ ഈ സ്ഥലത്ത് വെച്ച് പിന്നീട് ചേർന്ന് സിന്ധു എന്ന പേരിൽ പിന്നെയും ഒഴുകുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് പാകിസ്ഥാനിലെ മിത്താൻകോട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. എന്താണ്? പാകിസ്ഥാനിലെ മിത്താൻകോട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണെന്ത് ഇവയെല്ലാം കൂടെ ഒന്നിച്ച് പിന്നീട് ഒറ്റ നദിയായി ഒഴുകുന്നത്. പാകിസ്ഥാനിലെ മിത്താൻകോട്ടിൽ വെച്ചിട്ടാണ് ഇവയെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ നദിയായി ഒഴുകിപ്പോകുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ മിതാൻകോട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികൾ സിന്ധുവുമായി ചേരുന്നത്. ഇനി സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയൊരു നഗരം, പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ കറാച്ചി. സിന്ധു നദീതീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് കറാച്ചിയാണ് എന്ന് ഓർത്തിരിക്കുക. പാകിസ്ഥാനിൽ കറാച്ചി തുറമുഖത്തിന് സമീപത്താണ് സിന്ധു നദി അറബിക്കടലിലേക്ക് ചേരുന്നത്. ഇതാണെന്ത് കറാച്ചിയിലെ ആ ഒരു സ്ഥലം, കറാച്ചി എന്ന് പറയുന്ന പ്രദേശം, അവിടെ വെച്ചിട്ടാണെന്ത് അറബിക്കടലുമായി ചേരുന്നത്. ഇനി ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാമുണ്ട്, അണക്കെട്ടുണ്ട്. കാശ്മീരിലായിട്ടാണ് ചിനാബ് നദിക്ക് കുറുകെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഡാമുണ്ട്. അതാണ് ബഗ്ലിഹാർ ഡാം. എന്താണ്? ബഗ്ലിഹാർ ഡാം. ബഗ്ലിഹാർ ഡാം കാശ്മീരിലാണ് കേട്ടോ. ബഗ്ലിഹാർ ഡാം ഏതിലാണ്? ചിനാബ് നദിയിലെ കുറുകെ, ചിനാബ് നദിക്ക് കുറുകെയായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഡാമാണിത്, ബഗ്ലിഹാർ ഡാം. ഇനി നമ്മൾ സിന്ധു നദിയെക്കുറിച്ച് പഠിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും ശത്രു രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളാണ്. അങ്ങനെ ആവുമ്പോൾ ഇതിലെ കൂടെ കടന്നു പോകുന്ന വെള്ളത്തിനും ചില അവകാശ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായ ഒരു അവകാശ പ്രശ്നമാണ് 1960 സെപ്റ്റംബർ 19 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്
സിന്ധു നദീജല കരാർ 1916 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് ഇത് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും അന്നത്തെ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റുമായ മുഹമ്മദ് അയൂബ് ഖാനും കൂടിയായിരുന്നുവെന്ന് ഈ കരാർ ഒപ്പുവെച്ചത്. അന്നത്തെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും മുൻ പാകിസ്ഥാൻ പ്രസിഡന്റായ മുഹമ്മദ് അയൂബ് ഖാനും തമ്മിലായിരുന്നു സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. ഇതിന് മധ്യസ്ഥത വഹിച്ചൊരു ആളുണ്ട്, ലോകബാങ്കാണ് കേട്ടോ. ഈ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കാൻ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഈ പ്രകാരം സത്ലജ് നോക്കിക്കേ, പടത്തിലേക്ക് നോക്കിക്കേ, സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളുടെ അവകാശം ഇന്ത്യക്ക് ലഭിച്ചു. സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളുടെ അവകാശം ഇന്ത്യക്കും പാകിസ്ഥാന് സിന്ധു, ഝലം, ചെനാബ് എന്നീ നദികളുടെ അവകാശം പാകിസ്ഥാനും ഈ കരാറു പ്രകാരം ലഭിച്ചു. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇനി സിന്ധു നദിയുടെ 20% മാത്രമാണ് എന്ത് ഇന്ത്യക്ക് അവകാശമായി ലഭിച്ചത്. 20% മാത്രമേ ഇന്ത്യക്ക് അവകാശമായി ലഭിച്ചിട്ടുള്ളത് എന്നും ഓർത്തിരിക്കണം. ഇത്രയുമാണെന്ത് സിന്ധു നദിയെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തെ നദീ സംവിധാനമാണെന്ത് സിന്ധു നദീ സംവിധാനം എന്ന് പറയുന്നത്. സിന്ധു നദിയുടെ ഉത്ഭവം ബോഗാർചു ഗ്ലേസിയർ, ടിബറ്റിലെ ബോഗാർചൂർ ഗ്ലേസിയർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ബോഗാർചൂർ ഗ്ലേസിയർ എന്ന് പറഞ്ഞാലും ബോഗാർചു ഗ്ലേസിയർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അത് ഞാൻ വിട്ടുപോയി പറയാൻ. ഓക്കെ, ബോഗാർചു ഗ്ലേസിയർ, സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അപ്പോൾ ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് സമീപമുള്ള ബോഗാർചൂർ ഗ്ലേസിയറിൽ നിന്നിട്ടാണ് ആരുത്ഭവിക്കുന്നത്, സിന്ധു നദി ഉത്ഭവിക്കുന്നത്. 2880 കിലോമീറ്റർ ആണെന്ന് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ ആണെങ്കിലും ഇപ്പോൾ SCERT NCERT ബുക്കുകളൊക്കെ ഈ കേന്ദ്ര ജല മന്ത്രാലയത്തിൻ്റെ ഇതാ പറയുന്നത്. അപ്പോൾ 1114 കിലോമീറ്റർ. അപ്പോൾ ഓപ്ഷനിൽ 1114 ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതുന്നതാണ് നല്ലത്. ഇനി സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കേ. ചൈനയുണ്ടോ? ഉണ്ട്, ചൈനയുണ്ട്. പിന്നെ ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാനുണ്ട്. അപ്പം ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആരൊഴുകുന്നത്, സിന്ധു നദി ഒഴുകുന്നത്. നോക്കിക്കേ, ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കിയാൽ മതി. അടുത്ത് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞാൽ ലഡാക്ക് ആണ്. സിന്ധു ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലഡാക്ക് ആണ് പ്രധാനമായും കേട്ടോ. കാശ്മീരിൻ്റെ അറ്റത്തൂടെ ഒക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലഡാക്കിലെ ലേ, ഞാൻ പറഞ്ഞു. ഓക്കെ, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണേത്, സിന്ധു എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി സിന്ധു. ഇനി ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യനദികളാണ് സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ഝലം, ചിനാബ്. ഇവയാണെന്ത് നമ്മൾ സപ്തസിന്ധു എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, 7 പുണ്യനദികൾ അറിയപ്പെടുന്നതിനെയാണെന്ത് സപ്തസിന്ധു എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് സിന്ധു നദീജല കരാറിനെ കുറിച്ചിട്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു. എന്താണ്, ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സിന്ധു നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറായിരുന്നു ഇത്. 1960 സെപ്റ്റംബർ 19 സിന്ധു കറാച്ചിയിൽ വെച്ച് ഈ കരാർ ഒപ്പിട്ടപ്പെട്ടു. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ ആകുമ്പോൾ കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മുഹമ്മദ് അയൂബ് ഖാനുമായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക് ആയിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റായി നമ്മൾ പഠിച്ചു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി സിന്ധുവിനെ കുറിച്ച് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ചുറ്റി ചോദിച്ചാൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് നോക്കാം. അതായത് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണല്ലോ സിന്ധു, നമ്മൾ മനസ്സിലാക്കി, ചിത്രത്തിലൂടെ മനസ്സിലാക്കി. അതുപോലെ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയും സിന്ധു തന്നെയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയും സിന്ധുവാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരനാണ് ആര്, ഇൻഡസ് നദി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യക്ക് ആ പേര് ലഭിച്ച കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും വരാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ചൈന അതിർത്തിക്ക് ഇടയിൽ അല്ലെങ്കിൽ സമീപം വെച്ച് ദാർ നദി
സിന്ധുവിലേക്ക് ചേരുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ വെച്ച് അതിർത്തി പ്രദേശത്ത് വെച്ച് ചാർ നദി അല്ലെങ്കിൽ ദാർ നദി, ഏതാണ് ദാർ നദി, ദാർ നദിയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും അതിർത്തി പ്രദേശത്ത് വെച്ച് ഈ പറയും പോലെ സിന്ധു നദിയിലേക്ക് ചേരുന്നത്. കുറച്ചുകൂടെ ആഴത്തിലൊക്കെ മനസ്സിലാക്കാനായിട്ട് മെയിൻസിലൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ ഇത്രയും ഒന്ന് അതിൻ്റെ ഒരു പുറം മോഡിയിലൂടെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൽ വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായ ലഡാക്ക് നിരയ്ക്കും സസ്കർ നിരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്നു. നമ്മൾ പറഞ്ഞു, നമുക്ക് മനസ്സിലായി, നമ്മൾ മറ്റേ ഫിസിയോഗ്രഫിയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലായി. അതാണ് സസ്കറിനും ലഡാക്ക് നിരകൾക്കും ഇടയിലൂടെ ഒഴുകിപ്പോകുന്ന നദിയാണ് ആര്? സിന്ധു നദി എന്ന് ഞാൻ പറഞ്ഞു. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ. ഇനി ഹിമാലയത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന നംഗപർവ്വതം കൊടുമുടിക്ക് സമീപത്ത് കൂടിയാണ് സിന്ധു നദി ഒഴുകുന്നത്. നംഗപർവ്വതം അതിൻ്റെ അവിടെയായിട്ടാണ് കേട്ടോ. ഇതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? നംഗപർവ്വതമുള്ളത്. നംഗപർവ്വതത്തിന് സമീപത്തായിട്ടാണ് ആര് ഒഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. ഇനി എന്താണ്? പാകിസ്ഥാനിലെ ദേശീയ നദിയാണെന്ന് ഞാൻ പറഞ്ഞു. അന്ത്യഘട്ടത്തിൽ സിന്ധു നദിക്ക് 2 കൈവഴികളുണ്ട്. ഒന്നാമത്തെ കൈവഴി കറാച്ചിക്ക് സമീപത്ത് വെച്ച് അറബിക്കടലിലേക്ക് ചേർന്നു പോകുന്നു. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് സിന്ധു നദിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദിയായ ചനം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളെ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഝലം നദി അടുത്തതായി നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഝലം നദിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട സിന്ധു നദീജല കരാറും അതും ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. അതുപോലെ സിന്ധുവിൻ്റെ പോഷക നദികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഝലം നദിയെക്കുറിച്ച് പഠിച്ചാൽ, ഝലം നദി കാശ്മീരിലെ പീർപ്പഞ്ചൽ നിരയിൽ, പീർപ്പഞ്ചൽ നിരയൊന്നും ഞാൻ ഇനി കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല, പീർപ്പഞ്ചൽ നിരയൊക്കെ നമ്മൾ ഒരുപാട് മാപ്പിലൂടെ കണ്ടു. അപ്പോൾ കാശ്മീരിലെ പീർപ്പഞ്ചൽ നിരയിലെ വെരിസാക് സ്പ്രിങ്ങിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയാണേത്? കാശ്മീരിലെ പീർപ്പഞ്ചൽ നിരയിലെ വെരിനാഗ്, ഏതാണ്? വെരിനാഗ് സ്പ്രിംഗ്, വെരിനാഗ് സ്പ്രിങ്ങിൽ നിന്നുമാണ് ആര് ഉത്ഭവിക്കുന്നത്? ഝലം നദി ഉത്ഭവിക്കുന്നത്. കാശ്മീരിലെ ഝലം നദി കാശ്മീരിലെ പീർപ്പഞ്ചൽ നിരകൾക്ക് അകത്തുള്ള വെരിനാഗ് സ്പ്രിങ്ങിൽ നിന്നുമാണ് ഝലം നദി ഉത്ഭവിക്കുന്നത്. നീളം എന്ന് പറയുന്നത് 725 കിലോമീറ്ററുകളാണ്. 725 കിലോമീറ്ററാണ് ഝലം നദിയുടെ നീളം എന്ന് പറയുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്നു. നമ്മൾ പഠിച്ചു, നമ്മളത് നേരത്തെ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി, ഇവിടെ കാശ്മീരിലെ വൂളാർ തടാകം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും ഝലം നദി ഒഴുകി എവിടേക്ക് എത്തുന്നു? വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നു. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണേത്? ഝലം നദി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ഝലം നദിയുടെ തീരത്താണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണേത്? ഝലം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി മഹാനായ അലക്സാണ്ടർ പോറസ് രാജാവും അതുപോലെ ഇന്ത്യൻ രാജാവായ പോറസ് രാജാവും തമ്മിലുണ്ടായ ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതടമാണേത്? ഝലം നദീതടം എന്ന് പറയുന്നത്. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ യുദ്ധം നടന്ന നദീതടമാണേത്? ഝലം നദീതടം എന്ന് ഓർത്തിരിക്കുക. കാശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രാചീന കാലത്ത് വിതാസ്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഝലം നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട പട്ടണമായി നമ്മൾ ശ്രീനഗറിനെ പഠിക്കുമ്പോൾ, ബൂളാർ തടാകത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പഠിക്കുമ്പോൾ, അതുപോലെ ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദീതലം എന്ന് പറയുന്നതും ഏതാണ്? ഝലം നദീതീരമാണ്. ഇനി ഝലം നദീതീരത്ത് നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രസിദ്ധമായ ഒരു യുദ്ധമുണ്ട്. അതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ ഹൈഡാസ്പസ് യുദ്ധം. ഹൈഡാസ്പസ് യുദ്ധം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നദീതീരമാണ് ഝലം. BC 326 ഇത് നടക്കുന്നത്. ഹൈഡാസ്പസ് യുദ്ധം നടക്കുന്നത് മഹാനായ അലക്സാണ്ടറിന്റെ സൈന്യം ഇന്ത്യൻ രാജാവായ പോറസ് രാജാവിന്റെ സൈന്യവും തമ്മിൽ BC 326, അതായത് ഇന്നത്തെ പാകിസ്ഥാനിലെ ഭേര എന്ന സ്ഥലത്ത് വെച്ച് ഹൈഡാസ്മസ് എന്ന നദിക്കരയിൽ നടന്ന യുദ്ധമാണ്. ഈ ഹൈഡാസ്മസ് എന്ന് പറഞ്ഞാൽ ഝലം നദിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഝലം യുദ്ധം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഝലം ചിനാബുമായി ചേരുന്ന പ്രദേശമാണേത്? ട്രിമ്മു. ഝലം ചിനാബുമായി ചേരുന്ന സ്ഥലമാണേത്? ട്രിമ്മു എന്ന് പറയുന്നത്. ഝലം ചിനാബുമായി ചേരുന്ന സ്ഥലമാണേത്? ട്രിമ്മു. നോക്കിക്കേ, ഝലം ചിനാബുമായി വന്ന് ചേരുന്നത് കണ്ടോ? ഝലം ചിനാബുമായി വന്ന് ചേരുന്ന സ്ഥലം ഇതാണെന്ത്? ട്രിമ്മു എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇനി നമുക്ക് ആരെ കുറിച്ച് പഠിക്കാം? ചിനാബിനെ കുറിച്ച് പഠിക്കാം.
അസ്കിനി എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ നദി ഹിമാലയത്തിലെ ബാറാലാച്ചാലയിലാണ് ഉത്ഭവിക്കുന്നത്. ബാറാലാച്ചാലയിലാണ് ഈ ഒരു നദി ഉത്ഭവിക്കുന്നത്. ഹിമാലയത്തിലെ ബാറാലാച്ചാല, എന്താണ് ബാറാലാച്ചാലയിലാണ് ആരുത്ഭവിക്കുന്നത്? ചിനാബ് നദി ഉത്ഭവിക്കുന്നത് എന്ന് ഞാൻ പഠിച്ചു. അതുപോലെ ചന്ദ്ര, ബാഗ എന്നീ രണ്ട് ചെറുനദികൾ ഹിമാചൽ പ്രദേശിലെ കെയ്ലോഗിന് സമീപമുള്ള താണ്ടിയിൽ വെച്ച് ഒന്നാകുന്നു. ഇവയാണ് ചിനാബിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദി. ചാന്ദ്ര, ബാഗ എന്നിങ്ങനെയുള്ള രണ്ട് ചെറുനദികൾ ഹിമാചൽ പ്രദേശിലെ കെയ്ലോഗിൽ വെച്ച് കെയ്ലോഗിൽ വെച്ച് ചേർന്ന് ഒന്നായി ഒഴുകുന്നു. ഇതാണെന്ത്? ആ ചിനാബിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ ചന്ദ്രഭാഗ എന്നാണ് ചിനാബിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ ചിനാബ് എന്ത്? ചന്ദ്രഭാഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചന്ദ്ര എന്നും ഭാഗ എന്നും പറയുന്ന രണ്ട് സ്ട്രീമുകൾ വന്ന് ഒന്നായി ചേർന്ന് ചിനാബ് എന്ന പേരിൽ ഹിമാചൽ പ്രദേശിൽ വെച്ച് ഒഴുകി തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ ചിനാബിനെ ചന്ദ്രഭാഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ബഗ്ലിഹാർ, ദുൽഹസ്തി എന്നീ രണ്ട് ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് ചിനാബിലാണ്. ബഗ്ലിഹാർ, ദുൽഹസ്തി എന്നിങ്ങനെയുള്ള രണ്ട് ഡാമുകൾ എവിടെയാണ്? ഈ ചിനാബ് നദിയിലാണ് ഉള്ളത്. അതുപോലെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് ബഗ്ലിഹാർ. അതുപോലെ ബഗ്ലിഹാർ ഡാം, അതാണ് ബഗ്ലിഹാർ. അതുപോലെ തന്നെ സലാല്, ദുൽഹസ്തി, കിരു ജലവൈദ്യുത പദ്ധതി, ഇതൊക്കെ എവിടെയാണ്? ചിനാബ് നദിയിലാണ് ഉത്ഭവിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് എന്ന് പറയുന്നത് ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെടുന്നത്. എന്താണ്? റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ചിനാബ് നദിയിലാണ് എന്നാണ് പറയുന്നത്. ചിനാബ് നദിയിൽ 2019 പണി ആരംഭിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ആണ് ഇത്. 2022 അവസാനിക്കുമെന്ന് പറയപ്പെടുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ആണിത്. റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്, റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് എന്ന് പറയുന്നത് ചിനാബിലാണ്. 2019 പണി ആരംഭിച്ചത്. 2022 അവസാനിക്കും എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ബ്രിഡ്ജ് നിർമ്മിക്കപ്പെടുന്നത് ചിനാബ് നദിയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിർമ്മാണത്തിലിരിക്കുന്ന നദിയാണേത്? ചിനാബ്. 359 മീറ്ററാണ് അതിൻ്റെ ഉയരം. 359 മീറ്ററുകളാണെന്ത്? അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ചിനാബ് നദിയിലാണ്. അതിലാണ് നിർമ്മാണത്തിൽ ഇരിക്കുന്നത്. 359 മീറ്ററാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദുൽഹസ്തി പവർ പ്രോജക്റ്റ്, സലാൽ ജലവൈദ്യുത പദ്ധതി ഒക്കെ എവിടെയാണുള്ളത്? ഈ പറയും പോലെ ചിനാബ് നദിയിലാണ്. ഇല്ലാത്ത പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്തത് ബിയാസ്, സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ ട്രിബ്യൂട്ടറി അല്ലേ? സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ ട്രിബ്യൂട്ടറി ആണ് ഏത്? ബിയാസ് എന്ന് പറയുന്നത്. ഹിമാലയത്തിലെ റോഹ്താങ് ചുരത്തിലെ ബിയാസ് ഖുണ്ടിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. റോഹ്താങ് ചുരത്തിലെ ബിയാസ് ഖുണ്ട്, ബിയാസ് ഖുണ്ടിലാണ് എന്ത്? ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് ഏത്? ബിയാസ് എന്ന് പറയുന്നത്. പിന്നെ പ്രാചീന കാലത്ത് വിപാസ എന്നായിരുന്നു ഇതിനെ അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്ത് വിപാസ എന്നായിരുന്നു ബിയാസ് നദിയെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ അർജികുജ എന്ന് വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നദി എന്താണ്? അർജികുജ എന്ന് വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നദിയാണ് ഇത്? ബിയാസ് നദി എന്ന് പറയുന്നത്. അതുപോലെ പ്രാചീന കാലത്ത് വിപാസ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഇത്? ഈ പറയും പോലെ ബിയാസ് എന്ന് പറയുന്നത്. ബിയാസ് പഞ്ചാബിലെ കപൂർത്തലയിൽ വെച്ചിട്ട് സത്ലജുമായി കൂടിച്ചേരുന്നു. ബിയാസ് പഞ്ചാബിലെ കപൂർത്തലയിൽ വെച്ചിട്ട് നമ്മുടെ സത്ലജുമായി കൂടിച്ചേരുന്നു. പോങ് അണക്കെട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? ബിയാസ് നദിയിലാണ്. പോങ് അണക്കെട്ട് കാണപ്പെടുന്നത് ബിയാസ് നദിയിലാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതായി നമുക്ക് നോക്കാനുള്ള ആളാണ് ആര്? രവി നദി അല്ലേ? പാകിസ്ഥാനിലെ ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്താണ്. പാകിസ്ഥാനിലെ ലാഹോർ പട്ടണം. കറാച്ചി എവിടെയാണ് നമ്മൾ പഠിച്ചു. അതുപോലെ പാകിസ്ഥാനിലെ
ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്താണ്. അതുകൊണ്ടാണ് ലാഹോറിലെ നദി എന്ന് ഇതിനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ലാഹോറിലെ നദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദിയാണേത് രവി എന്ന് പറയുന്നത്. പ്രാചീന രേഖകളിൽ ഐരാവതി എന്ന് പറയുന്നത്, പ്രാചീന രേഖകളിൽ ഐരാവതി എന്നറിയപ്പെടുന്ന നദിയാണേത് രവി നദി. പ്രാചീന കാലത്ത് ഐരാവതി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണത് രവി നദി എന്ന് പറയുന്നത്. അതുപോലെ പ്രാചീന കാലത്ത് മറ്റു ചില പേരുണ്ട്, പരുഷ്ണി, ഐരാവതി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ട ആളാണ് ആര്? രവി നദി. പരുഷ്ണി, ഐരാവതി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ് ആര്? രവി നദി. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ നദീതീരമാണ് രവി നദി. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ ഈ നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തെയിൽ ഡാം അഥവാ രഞ്ജിത് സാഗർ ഡാം, തെയിൽ ഡാം അഥവാ രഞ്ജിത് സാഗർ ഡാം ഏതാണ്? തെയിൽ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ് എന്ന് ഓർത്തിരിക്കുക. അതിലുള്ള മറ്റൊരു അണക്കെട്ട് അതായത് ഷാബൂർ കാണ്ടി ഡാം എന്ന് പറയുന്നത്, ഷാബൂർ കാണ്ടി ഡാം രവി നദിയിലാണ്. അതുപോലെ പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണേത്? ഈ രവി നദി എന്ന് പറയുന്നത്. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണേത്? രവി നദി. അപ്പോൾ രവി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് റോഹ്താങ്ങിലെ ചുരത്തിലെ കുളുമല എന്ന് ചോദിച്ചാലും തെറ്റൊന്നുമില്ല. റോഹ്താങ്ങിലെ കുളുമലയിൽ നിന്നിട്ടാണ് ആരുത്ഭവിക്കുന്നത്? റോഹ്താങ് ചുരത്തിലെ കുളുമലയിൽ നിന്നാണ് ആര്? റോഹ്താങ് ചുരത്തിലുള്ള കുളുമലയിൽ നിന്നുമാണ് രവി ഉത്ഭവിക്കുന്നത്. 720 കിലോമീറ്റർ ആണ് കേട്ടോ ദൂരം. 720 കിലോമീറ്റർ ആണ് രവി നദിയുടെ നീളം എന്ന് പറയുന്നത്. ലാഹോറിലെ നദി നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരം ഉൾക്കൊള്ളുന്ന നദി. അതുപോലെ സിന്ധു നദീതട സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്നത് രവി നദിയുടെ തീരത്താണ്. ഹാരപ്പ സിന്ധു നദീജല സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്താണ്. അതുപോലെ ഷാബൂർ കാണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ഇനി രവിയുടെ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് ലാഹോർ എന്നും നമ്മൾ പഠിച്ചു. ഇതാണെന്ത്? സിന്ധു നദിയുടെ മറ്റൊരു പ്രധാന നദിയായ രവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത നദിയാണേത്? സത്ലജ്. അടുത്ത നദിയാണ് സത്ലജ്. ഏറ്റവും തെക്കേ ഭാഗത്തുള്ള ഇൻഡസിൻ്റെ പ്രധാനപ്പെട്ട നദിയാണ് ഏത്? സത്ലജ്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി എന്ന് പറയുന്നത് സത്ലജ് ആണ്. നമ്മൾ കണ്ടല്ലേ, ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ കയറി അങ്ങ് സിന്ധുവിലേക്ക് എത്തുന്നു. അപ്പോൾ ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണേത്? സത്ലജ്. ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ് എന്നും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സത്ലജിനെ കുറിച്ച് പഠിക്കുമ്പോൾ സത്ലജ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം? അതായത് വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദിയാണ് സത്ലജ്, യമുന, അതുപോലെ തന്നെ ദൃശാവതി എന്നിങ്ങനെയുള്ള നദികൾ. അതായത് വേദകാലഘട്ടങ്ങളിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നതാണ് ഏതൊക്കെ? സത്ലജ്, യമുന, അതുപോലെ ദൃശാവതി എന്നിവ. ഇനി സിന്ധു നദി കഴിഞ്ഞാൽ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക നദി ആണ് ഏത്? സത്ലജ്. സിന്ധു നദി കഴിഞ്ഞാൽ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക നദി എന്ന് പറയുന്നത് ഏതാണ്? സത്ലജ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഏതാണ്? സത്ലജ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി സത്ലജിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് രക്ഷാസ്ഥൽ തടാകമാണ്. ഏതാണ്? രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ്. ടിബറ്റിലെ രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നുമാണ് സത്ലജ് ഉത്ഭവിക്കുന്നത്. ഇനി സിന്ധു നദിയുടെ ഏറ്റവും തെക്കുഭാഗത്തുള്ള നദിയാണേത്? സത്ലജ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു ആര്? സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി, സിന്ധുവിന്റെ പോഷക നദിയാണേത്? സത്ലജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാലിലെ വെള്ളം നൽകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് സത്ലജ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് ജലം നൽകുന്ന നദിയാണേത്? സത്ലജ് എന്നതും ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ സത്ലജ് നദിയിൽ ജലം ഉപയോഗിച്ച് രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിലെ ചില ഭാഗങ്ങൾക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്ന പദ്ധതികളാണേത്? ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ പ്രോജക്റ്റ് എന്നും ഇതിനെ വിളിക്കുന്നു. അതുപോലെ മറ്റൊരു കനാലാണ് ഇതിൽ സ്ഥിതി ചെയ്യുന്നത്, സിർ ഹിന്ദ് കനാൽ എന്ന് പറയുന്നത്.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഝലം നദിയെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? ശതാദ്രു എന്ന് വേദിക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ശതാദ്രു എന്ന് വേദപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള നദിയാണ് കേട്ടോ സത്ലജ്. ശതാദ്രു എന്ന് വേദപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള നദിയാണ് സത്ലജ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇത്രയും പഠിക്കുമ്പോൾ നമ്മൾ സിന്ധു നദിയുടെയും പോഷക നദികൾ ഇവിടെ പഠിച്ചു തീർത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഹിമാലയൻ മേഖലയിലെയും ഹിമാലയൻ മേഖലയിലെയും പ്രധാന നദികൾ നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർത്തിട്ടുണ്ട്. ഈ ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ അത്യാവശ്യം പ്രിലിംസിനുള്ള പ്രധാന പോയിന്റുകൾ കവറായി കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ചിത്രം നോക്കി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വലിയ സമയമൊന്നുമില്ലാതെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഏക നദി പൂർവാഞ്ചലിലുള്ള ബ്രഹ്മപുത്ര നദിയാണ്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനോഹരമായ ക്ലാസ്സുകളുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക്